കൊൽക്കത്തയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഞാൻ. ഞെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ലക്ഷത്തിനും ഈ കോടികൾക്കും ഒന്നും വിലയൊന്നുമില്ല കേട്ടോ. കാരണം രാഷ്ട്രീയക്കാർക്ക് എന്തും ആകാം. അതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സേവനമല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാലാകാലങ്ങളായിട്ട് വന്ന ഒരു വ്യത്യാസമാണ്. പശ്ചിമ ബംഗാളിലെ ഈ ബിർഭൂം ജില്ലയിൽ, ബിർഭൂം ഡിസ്ട്രിക്റ്റിൽ അവിടുന്ന് വിരമിച്ച ഒരു സർക്കാർ ബസ് ഡ്രൈവർ, അതായത് നമ്മുടെ KSRTC പോലുള്ള പ്രസ്ഥാനം, ഒരു അവിടെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ഒരു ബസ് ഡ്രൈവറുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്താനിടയായി. നടത്തിയപ്പോഴാണ് ഉള്ള കാര്യമാണ് 28 കോടിയിലേറെ രൂപ അവിടുന്ന് പിടിച്ചെടുത്ത്. 28 കോടിയിലേറെ രൂപ, 15 കിലോ സ്വർണം, ഇതാണ് പിടിച്ചെടുത്തത്. അത് ഒരു യദുച്ച ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മിനാർ മുണ്ടൽ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിലാണ്. അയാളാണ് ഈ ബസ് ഡ്രൈവർ ആയിട്ടിരുന്ന ആൾ, റിട്ടയർ ചെയ്ത ആൾ. അയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ്, അത് 15 മണിക്കൂറോളം എടുത്തു അവർ റെയ്ഡിന്. അതാണ് അതിൽ നിന്നാണ് 28.5 കോടി രൂപയും 14 സ്വർണ്ണക്കട്ടികളും 10 സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഉൾപ്പെടെ 15 കിലോഗ്രാം സ്വർണവും ഇത്ര പിടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ആ സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യം നോക്കിയാൽ ഏതാണ്ട് 21.5 കോടി രൂപ വില വരുന്നതാണ്. അതാ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ രൂപ ഉണ്ട്, 28.5 കോടി രൂപ എണ്ണി തിട്ടപ്പെടുത്തണ്ടേ? 15 മണിക്കൂർ എടുത്ത റെയ്ഡാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നോട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ ബാങ്കിൽ നിന്ന് വോട്ടെണ്ണൽ യന്ത്രങ്ങൾ എത്തിച്ചു. അതിലെ 5 മെഷീൻ ഉണ്ടല്ലോ, ഇത്രയും തുക എണ്ണാൻ കൊണ്ടുവന്ന 5 കറൻസി കൗണ്ടിങ് മെഷീൻ കേടായിപ്പോയി. എണ്ണി അതിന് അതിന് ജോലിക്കൊരു പരിധിയില്ലേ, എണ്ണി വയ്യാതായി അത് കേടായിപ്പോയി, പ്രവർത്തനരഹിതമായി. പിന്നെ ഇത് ഈ മുൻ TMC തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അനുബ്രത മുണ്ടൽ എന്ന് പറയുന്ന ആളുടെ അടുത്ത അനുയായിയാണ് ഈ മിനാർ മുണ്ടൽ എന്ന് പറയുന്നതായിട്ട് ആളെന്ന് പറയപ്പെടുന്നു. കൂടാതെ അവിടുത്തെ പ്രദേശത്തെ പ്രമുഖ വ്യവസായി തുലു മണ്ഡലിൻ്റെ ബന്ധുവും മാനേജരുമാണ് ഈ പറഞ്ഞ മിനാർ മുണ്ടൽ. അപ്പോൾ ഇത് അതായത് ഒരു പ്രമുഖ വ്യവസായിയാണ്. അവിടെ യദൂച്ചയിലെ അവിടുത്തെ പ്രധാന ടോൾ ഗേറ്റിൽ ട്രക്കുകളിൽ നിന്ന് പണം പിരിക്കുന്ന ചുമതല ഈ തുലു മണ്ഡൽ മിനാറിനാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. അതാണ് തുലു മണ്ഡൽ മിനാറിനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മിനാർ മണ്ഡലിന് വളരെ സുഖമായി ലോറിയിൽ നിന്ന് കാശ് പിരിക്കാം. അപ്പം രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പോലീസ് പരിശോധന ആരംഭിച്ചത്. ഇയാളെ ഒരു 2 നില വീട് അത് പോലീസ് വളഞ്ഞു, റെയ്ഡ് ചെയ്തു. അതിനുശേഷം ഈ മിനാർ മുണ്ടാലിനെ അറസ്റ്റ് ചെയ്തു. ഈ പിടിച്ചെടുത്ത പണവും സ്വർണവും ഒക്കെ ഈ തുലു മുണ്ടാലിൻ്റെ അനധികൃത സ്വത്താണെന്നാണ് ഇപ്പോൾ പോലീസിന്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പം മനസ്സിലായിരിക്കുന്നത്. പിന്നെ അതായത് പാറ, അതുപോലെ ഖനനം, ക്രഷർ യൂണിറ്റുകൾ, മണൽക്കടത്ത് തുടങ്ങിയ അനധികൃത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പണമാണോ ഇതെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് അടുത്ത സമയം. അതേസമയം റെയ്ഡിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമായി. ഈ പ്രതിക്ക്, അതായത് മിനാർ മുണ്ടാലിന് അനുബ്രത മുണ്ടാലുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി വിഭാഗവും ഋതബ്രത ബാനർജി വിഭാഗവും ഏറ്റുമുട്ടി. അവിടെ അങ്ങനെയുണ്ട്, ആ പണയം കൂടെ നടക്കുന്നുണ്ട്. ഋതബ്രത ബാനർജി വിഭാഗവും അതിൻ്റെ പിടിച്ച പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പേരിൽ ഇരു വിഭാഗങ്ങളും പരസ്പരം പഴിയാരി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് എന്താണെന്നറിയോ? എന്തായാലും ശരി, ഇയാൾക്ക് ഈ പറയുന്ന പോലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം. ഈ ബന്ധം ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയ ബന്ധം മൂലം ഉണ്ടാവുന്ന ഇടപാടാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രാഷ്ട്രീയ ബന്ധം മൂലം ഉണ്ടാവുന്ന പണമാണിത്. ഇതെങ്ങനെ ഈ രാഷ്ട്രീയക്കാർക്ക് ഈ പണം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിവിടെ ക്വാറി, അതുപോലെ മണൽ കടത്ത്, ഖനനം തുടങ്ങിയ ഇടപാടുകളിൽ നിന്നൊക്കെ വൻതോതിൽ ടാക്സ് പോലും കൊടുക്കാതെ വെട്ടിച്ച് നടത്തുന്ന പണമാണ്. അതുപോലെ തന്നെ
ടോളിലെ പിരിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല അതിൽ നിന്നുള്ള വരുമാനം. ഏതായാലും ഇങ്ങനെയുള്ളവന് ഈ പണം വാങ്ങി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഇല്ലീഗലായിട്ടുണ്ടാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, കൊണ്ടുചെന്ന് സൂക്ഷിച്ച് വെക്കാൻ ഒരു മാർഗവുമില്ല, ഒരു സ്ഥലവുമില്ല. അതിന് യാതൊരു മാർഗവുമില്ല, കൊണ്ടുവെക്കാൻ ഒക്കത്തില്ല. ബാങ്കിൽ ഇടാൻ പറ്റുമോ? ബാങ്കിലിടണമെങ്കിൽ കണക്ക് കാണിക്കണം. പിന്നെ സാധാരണ അവൻ്റെ വീട്ടിൽ വെച്ചിരുന്ന കള്ളം കയറും. ഇതിപ്പോൾ അവൻ്റെ വീട്ടിലല്ല, അവൻ്റെ അനുയായിയുടെ വീട്ടിൽ, അതായത് ഒരു ബസ് ഡ്രൈവർ ആയിട്ട് റിട്ടയർ ചെയ്തിരുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുവച്ചേക്കാണ്. ഇയാൾക്കൊരു ജോലി അയാൾ കൊടുത്തിരുന്നു. കാരണം ഇത് ഈ ഒരു ഒരു സെൻറ്ററിലെ പണപ്പിരിവ്, ലോറിയിൽ നിന്നുള്ള പണപ്പിരിവ് അയാൾക്ക് ഏൽപ്പിച്ചിരുന്നു. ടോൾ ഗേറ്റിലെ ഉള്ള പണപ്പിരിവ്, അത് ലോറികളിൽ നിന്നുള്ള പണപ്പിരിവെല്ലാം ഇയാളെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ പണം ഉണ്ടാവും. ഇപ്പോൾ ഇവന് പണം കൊണ്ടുപോകുന്നതിനും ഒരു 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 പറഞ്ഞു നിൽക്കാം, അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്. ഏതായാലും ശരി, ഇത്രത്തോളം പണം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇയാൾ വലിയ ആളൊന്നുമല്ല, ഒരു തുക്കട രാഷ്ട്രീയക്കാരനാണ്. ഇവന് ഈ ഒരു തുക്കട രാഷ്ട്രീയക്കാരന് ഈ 28.5 കോടി രൂപ ഒരു ബസ് ഡ്രൈവറുടെ വീട്ടിൽ, റിട്ടയർ ചെയ്ത ഒരു ബസ് ഡ്രൈവറുടെ വീട്ടിൽ 28.5 കോടി രൂപയും അതുപോലെ തന്നെ 21.5 കോടി രൂപയുടെ സ്വർണവും വെക്കാമെങ്കിൽ, കൊടുക്കാമെങ്കിൽ ചെറിയൊരു കാലയളവിൽ അത് അങ്ങനെ അത്രയും അവിടെ ഏൽപ്പിച്ച് വെക്കാമെങ്കിൽ കുറച്ചുകൂടെ വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്തുമായിരിക്കും ഉണ്ടാകുന്നത്? ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം. എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയം ഓടുന്നത് ഈ വഴിക്കാണ് പലപ്പോഴും. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടുത്തെയൊക്കെ രാഷ്ട്രീയക്കാരും ഒന്നും മോശമൊന്നുമല്ല. നേരത്തെ ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഒരുപാട് അപഖ്യാതികളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വാർപ്പിനകത്ത് സ്വർണം കൊണ്ടുവന്നെന്നും ഒക്കെ കറൻസി കൊണ്ടുവന്നെന്നും ഡോളർ കൊണ്ടുവന്നെന്നും ഒക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഓരോന്നൊക്കെ. ആ രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ശ്രീമതി സ്വപ്ന നടത്തുന്ന ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങളും സ്വപ്നയുടെ പ്രസംഗവും ഒക്കെ പ്രസ്താവനകളൊക്കെ ഒന്ന് കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിലാണോ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ഇങ്ങനൊരു കള്ളക്കഥ മെനഞ്ഞെടുക്കാനൊന്നും അവരെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സ്ത്രീയും കൂടി ഉൾപ്പെട്ടതാണ് ഈ ഇടപാട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവരും ശിവശങ്കറും ഒക്കെ കൂടെ ചേർന്ന് ഉള്ള ഇടപാടാണ് ഇങ്ങനെ നടന്നേക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അത് ഏതായാലും ശരി, അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവരെ ചർച്ച, അവരെ ഓരോരുത്തർ ഇൻ്റർവ്യൂ ചെയ്തേക്കുന്ന അപ്പോൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ നല്ലവരാണ്, ഇവിടുന്നും പൈസ അടിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ അടിക്കുന്നവരുണ്ട്, അവരെ ഉണ്ട്, അത് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ നമ്മൾ നമ്മുടെ കേരളം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. ഇവിടെ കുറച്ചുകൂടെ അവബോധമുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത് കുറയുന്നത്. പിന്നെ ഒരു വ്യക്തിപൂജയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നത് ഇവിടെ. ആ വ്യക്തിപൂജ മൂലം ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം എന്താ? ഈ കൈകൾ ശുദ്ധമാണ് സാർ, അതുകൊണ്ട് ആരും വിശ്വസിക്കില്ല. അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം ഏതായാലും ശരി, എന്തായാലും നല്ല കാര്യമായിട്ട് ഇതങ്ങ് നടന്നു പോട്ടെ. ഇനിയെങ്കിലും ഇതേപോലുള്ളവന്മാരെ എവിടെ പണം വെച്ചേക്കുന്നോ അതെല്ലാം പിടിക്കണം. ഇവരുടെയൊക്കെ ബെനാമി ഇടപാടുകൾ ഒരുപാടുണ്ട്, അതും കൂടെ അന്വേഷണത്തിലെടുക്കണം. ഓരോരുത്തർ വസ്തു വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. മോളുടെ പേർക്കും ഒക്കെ ആയിരിക്കും വസ്തു വാങ്ങിക്കുന്നത്, മകളുടെ പേർക്കൊക്കെ. പക്ഷെ അതെങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ഈ പൈസ എവിടെ നിന്നാണ്, അതിൻ്റെ യഥാർത്ഥ വില ആധാരത്തിൽ കാണിച്ചേക്കുന്നതാണോ അതോ മാർക്കറ്റ് വില എത്രയാണ് എന്നുള്ളത് ഫെയർ വാല്യൂ തീരുമാനിച്ചേക്കുന്ന എടുത്താൽ പോരാ. മാർക്കറ്റിലെ വില അന്വേഷിച്ച് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. അതാണ് ചെയ്യേണ്ടത്.